ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഊട്ടിയിലെ നീലഗിരി ട്രെയിൻ യാത്ര പോകണമെന്നത്. ഒരു ലീവ് കിട്ടിയപ്പോൾ നമ്മൾ സുഹൃത്തായ അജ്മലിനെയും കൂട്ടി നമ്മളങ്ങ് വിട്ടു. രാവിലെ 6:30 മണി ആയപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ടായി കേട്ടോ. നീരാവി എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റീം ലോക്കോ ഷീൽഡ്. എനിക്ക് തോന്നുന്നു ഈ നീരാവി എഞ്ചിൻ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണെന്ന്. കുറേ എഞ്ചിനുകളും ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം എന്ന് എഴുതിയിട്ടുണ്ട്. മലൈ റെയിൽ എന്നും തമിഴിൽ കാണാം. ഒരാൾക്ക് 175 രൂപയാണ് കേട്ടോ റേറ്റ്. തുടക്കത്തിൽ തന്നെ കുറേ കൊച്ചു വീടുകൾ കാണാം. അതിൽ പലതും ഉപയോഗശൂന്യമായതും ജനവാസമുള്ളതുമാണ്. നമ്മൾ പോകുന്നത് മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടി എന്നറിയപ്പെടുന്ന ഉദകമണ്ഡലത്തിലേക്കാണ് കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേട്ടുപ്പാളയത്തിൽ നിന്ന് 46 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 2 ട്രെയിൻ യാത്രകളാണുള്ളത്. അതിലൊന്നാണ് ഈ നീലഗിരി യാത്ര, മറ്റൊന്ന് ഹിമാലയൻ റെയിൽവേ ആണ്. ഇതാണ് ഈ യാത്രയിലെ ഒന്നാമത്തെ പാലം. ഭവാനി നദിക്ക് കുറുകെയാണിത്. മേട്ടുപ്പാളയത്തിൽ നിന്നും കൂനൂർ വരെ റെയിൽ സർവീസ് നടത്താൻ 8000 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് ഈ എഞ്ചിന്. ഇതിനാവശ്യമായ വെള്ളം എടുക്കുന്നത് ഈ ഭവാനി നദിയിൽ നിന്നാണ്. ഇവിടെ കുറെ വാഴ കൃഷികൾ കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ കല്ലാർ എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാനും എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും ആണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് റാക്ക് റെയിൽ തുടങ്ങുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഡ്യൂപ്ലിക്കേറ്റ് സുജിത് ഭക്തൻ. കർണാടക, തമിഴ്നാട്, ആന്ധ്ര. അങ്ങനെ നമ്മൾ ആ സ്റ്റേഷൻ വിട്ടു. 5 മിനിറ്റാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭവാനിപ്പുഴ പാലം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാലമാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള 250 പാലങ്ങൾ ഈ മേട്ടുപ്പാളയം ഊട്ടി യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള 208 വളവുകൾ താണ്ടിയാണ് മേട്ടുപ്പാളയം ഊട്ടി പൂർത്തിയാകുന്നത്. ഇനി നമ്മൾ വന്ന കാര്യം പറയാം. കണ്ണൂരിൽ നിന്നും 1 മണിക്ക് പോകുന്ന കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് നമ്മൾ വന്നത്. ഈ വണ്ടിയിൽ 11 ജനറൽ കമ്പാർട്ട്മെന്റ് പിന്നിലും മുന്നിലായി 2 ഉണ്ട്. അത് പെട്ടെന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. 6:20 ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തി. ശേഷം കോയമ്പത്തൂർ ടൗണിൽ കുറച്ചു സമയം കറങ്ങി നടന്ന ശേഷം 8:20 കോയമ്പത്തൂർ മേട്ടുപ്പാളയം മെമു ട്രെയിനിൽ 9:15 മേട്ടുപ്പാളയത്തെത്തി. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ ചുമരിൽ കുറെ മ്യൂറൽസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കും. നീലഗിരി ട്രെയിൻ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നതും അതുപോലെ നീലഗിരിയിലെ തേയിലത്തോട്ടത്തിന്റെ മ്യൂറൽസും ഒക്കെ ഇവിടെ കാണാം. ഇതാണ് മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിൽ പോകുന്ന നീലഗിരി ട്രെയിൻ. ഏറ്റവും പിന്നിലായാണ് അൺറിസർവ്ഡ് ബോഗിയുള്ളത്. പെട്ടെന്ന് വരുന്നവർക്ക് വേണ്ടി നീക്കി വെച്ചതാണിത്. 40 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 175 രൂപയാണ് ഇതിൽ യാത്ര ചെയ്യാൻ. പിന്നീടുള്ള 2 ബോഗികൾ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് ഉള്ളത്. 350 രൂപയാണ്. ഇത് ഓൺലൈൻ വഴി മാത്രമേ ഇതിന്റെ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഇതാണ് 4ാമത്തെ ഫസ്റ്റ് ക്ലാസ് ബോഗി. 600 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതും ഓൺലൈനായി മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. രാവിലെ 6 മണിക്ക് കൊടുക്കുന്ന ടിക്കറ്റിന് വേണ്ടി പുലർച്ചെ 4 മണിക്ക് ക്യൂ നിൽക്കുകയാണ് നമ്മൾ. രാവിലെ 6:15 ആയപ്പോഴേക്കും നമ്മുടെ നീരാവി എഞ്ചിൻ വന്നു കേട്ടോ. ശേഷം നമുക്ക് പോകേണ്ടുന്ന ബോഗികളുമായി അത് ഘടിപ്പിച്ചു. രാവിലെ 6:10 കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് വന്ന ട്രെയിനിൽ എല്ലാ റിസർവ് ചെയ്ത ആൾക്കാരും എത്തി. 4 മണിക്ക് നമ്മൾ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രാവിലെ ആയപ്പോഴേക്കും ക്യൂ മുഴുവനായി. പിന്നീട് നമ്മൾ ഓരോരുത്തരായി ട്രെയിനകത്ത് സീറ്റിലിരുത്തിയ ശേഷം നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ എടുത്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ.
നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സുജിത് ഭക്തൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് ഈ ട്രെയിൻ യാത്ര. മേട്ടുപ്പാളം ഊട്ടിയിലെ ആദ്യത്തെ ടണലിൽ എത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള 16 ടണലുകളാണ് ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ യാത്രയിലെ ഒരു സുന്ദരമായ ഒരു പാലക്കാഴ്ചയാണ് കേട്ടോ. നല്ല പാലം, കുറച്ച് ലോങ് പാലം. തൊട്ട് വലതുവശത്തായി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ഇടതുവശത്തായതിൻ്റെ ഇടതുവശം മാത്രമേ എനിക്ക് പകർത്താൻ പറ്റിയുള്ളൂ. എന്തായാലും ഒരു സുന്ദരമായ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഇവിടെ മാത്രമാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിൻഡോ സീറ്റ് പിടിക്കാൻ ശ്രമിക്കുക. അതും മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കാണെങ്കിൽ ഇടതുവശത്തും, ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കെങ്കിൽ വലതുവശത്തായി ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ യാത്ര വെറും വേസ്റ്റായി മാറും. മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് കുന്ന് കയറ്റമാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര. അതിപുരാതനമായ ഈ റെയിൽപാതയുടെ പണി തുടങ്ങിയത് 1854 കേട്ടോ. പിന്നീട് അത് നിലച്ചു പോവുകയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം 1899 വീണ്ടും നിർമ്മാണം തുടങ്ങി. ബ്രിട്ടീഷ് റെയിൽവേ കമ്പനിയാണ് ഇതിന്റെ വർക്കുകൾ ചെയ്തത്. ഈ ട്രെയിനിന്റെ എഞ്ചിൻ വർക്കുകൾ ചെയ്തത് സ്വിറ്റ്സർലാൻഡിലെ സ്വിസ് ലോക്കോമോട്ടീവ് കമ്പനിയാണ്. എഞ്ചിൻ ബോഗികളെ പിന്നിൽ നിന്നും തള്ളി നീക്കുന്ന വിധത്തിലാണ് ഇതിന്റെ പ്രവർത്തനം. (2005) നീലഗിരി ട്രെയിൻ യാത്രയെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 1918, 1950 കാലഘട്ടത്തിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോൾ നീലഗിരി ട്രെയിൻ യാത്രക്കായി ഉപയോഗിക്കുന്നത്. മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര കുന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ 4.5 മണിക്കൂർ എടുക്കും ഈ യാത്ര പൂർത്തിയാവാൻ. നേരെ മറിച്ച് ഊട്ടിയിൽ നിന്നും നമ്മളെ മേട്ടുപ്പാളയത്തേക്ക് വരികയാണെങ്കിൽ 3.5 മണിക്കൂർ മതി. മൊത്തത്തിൽ 46 കിലോമീറ്റർ യാത്രയാണ് മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക്. മേട്ടുപ്പാളയം മുതൽ കൂളൂർ വരെയാണ് ഈ നീരാവി എഞ്ചിൻ വെച്ച് ട്രെയിൻ ഓടുന്നത്. പിന്നീട് കൂനൂറിൽ വെച്ച് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് യാത്ര തുടരുന്നത് ഊട്ടിയിലേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗത കുറഞ്ഞ റെയിൽ യാത്രയാണ് മേട്ടുപ്പാളയത്തിൽ നിന്നും കൂനൂർ വരെയുള്ള യാത്ര. ട്രെയിൻ ഇപ്പോൾ ഇവിടെ ഒരു തേയിലക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ ഒരു ടണൽ കാണും, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരു ഫാമിലി അകത്തേക്ക് പോകുന്നതും കണ്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചോടി വരുന്നതും കണ്ടു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചൊരു പുലിയാ മറ്റോ ആയിരിക്കും. പിന്നീടാണ് അറിഞ്ഞത് അതൊരു കുരങ്ങൻ ഓടി വരുന്നതാണ്. ഈ ട്രെയിൻ വരുന്ന സമയത്ത് ആ ചുറ്റുപാടുള്ള എല്ലാ കുരങ്ങന്മാരും ഇവിടെ വരും, ആളുകളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട്. നമ്മൾ ഈ ട്രെയിൻ യാത്രക്ക് മേട്ടുപ്പാളയം വന്നപ്പോൾ ശരിക്കും ആ സ്റ്റേഷനിൽ തന്നെ മുഴുവൻ സമയവും നിന്ന് 6 മണിക്കുള്ള ടിക്കറ്റ് എടുക്കാനായിരുന്നു പരിപാടി. കാരണം ആകെ 40 ടിക്കറ്റ് മാത്രമാണ് അവർ കൊടുക്കുന്നത്. ചിലപ്പോൾ ആ രാവിലെ തന്നെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടാതായാൽ കണ്ണൂരിൽ നിന്ന് വന്നതേ വെറുതെ വേസ്റ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 4 മണിക്കാണ് അവിടെ വന്ന് നിന്നത്. അങ്ങനെ 4 മണിക്ക് നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ രാത്രിയെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടെയുള്ള ആൾക്കാർ അത് നിരുത്സാഹപ്പെടുത്തി. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതുപോലെ അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക എന്നുള്ളത് അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു റൂം എടുത്ത് 4 മണി വരെ നിന്ന ശേഷം 4 മണിക്ക് നേരെ ഇവിടെ വരികയായിരുന്നു. റൂമിന് ശേഷം 500 രൂപ അതിനുള്ളിലേ ആയുള്ളൂ. കുറച്ച് ടൈമല്ല, 3 മണിക്കൂർ 4 മണിക്കൂർ മാത്രമേ അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. 4 മണിക്കാണ് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വരികയും ക്യൂ നിൽക്കുകയും ചെയ്തത്. നമ്മൾ 8 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
8 പേരും 6 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. 6:10-നാണ് മേട്ടുപ്പാളയത്തിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ വന്നു. അതിലാണ് ആളുകൾ മൊത്തം ഉണ്ടായി. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ആ ട്രെയിനിൽ വന്നാൽ മതി, അല്ലാതെ രാത്രി വന്ന് ഇവിടെ നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം വേസ്റ്റ് ആണെന്ന് എൻ്റെ അഭിപ്രായം. ഈ ട്രെയിൻ യാത്ര ഒരു പഴയകാല ട്രെയിനിലുള്ള യാത്ര അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കാഴ്ചകളും വലിയ കാണാനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മുഴുവനായിട്ട് കണ്ടു നോക്കൂ, ഈ യാത്ര മുഴുവൻ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി ഇവിടെ വരണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഊട്ടിയിലേക്ക് പോകാൻ ഒരു എളുപ്പമാർഗമായിട്ട് തോന്നുന്നു. കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് 120 രൂപയാണ് ലോക്കൽ ടിക്കറ്റിനുള്ളത്. കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് 10 രൂപയും അതുപോലെ ഈ ട്രെയിനിന് 170 രൂപയുമാണ് കൊടുക്കേണ്ടത്. എല്ലാം കൂടി ഏകദേശം ഒരു 10-300 രൂപക്ക് നമുക്ക് ഊട്ടിയിലെത്താൻ പറ്റും. ഇതിൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഈ പഴയകാല ട്രെയിനിൽ ഒന്ന് കയറാം, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സിനിമയിൽ ഇടം പിടിച്ച ഒരു ട്രെയിനാണ് ഈ നീലഗിരി ട്രെയിൻ. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മോഹൻലാലിന്റെ കിലുക്കം എന്ന സിനിമ. അതിലെ ഊട്ടിപ്പട്ടണം എന്ന സോങ് ഈ ട്രെയിനിന് മുകളിൽ വെച്ചാണ് അവരെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഷാറൂഖ് ഖാന്റെ ദിൽസെ എന്ന സിനിമയിലും ചെയ്യ ചെയ്യ എന്ന സോങ് ഈ ട്രെയിനിന് മുകളിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. ഇനി നമ്മുടെ സ്റ്റോപ്പ് ഹിൽ ഗ്രോവ് എന്നൊരു സ്റ്റേഷനിലാണ് കേട്ടോ. ഈ സ്റ്റേഷനിലെ പ്രത്യേകത ഇവിടുത്തെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എപ്പോഴൊന്നും വരികയാണെങ്കിൽ ഇവിടുന്ന് ട്രൈ ചെയ്യുക. ഇവിടെ തേയിലക്കുന്നുകൾ കാണാൻ വീണ്ടും അവർ വണ്ടി നിർത്തിയിട്ടുണ്ട്. നീലഗിരിയിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്നും 28 കിലോമീറ്റർ ഇപ്പോഴുള്ള കൂന്നൂർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആവി എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനായി മാറ്റും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെയിൽ പാളം. ഇങ്ങനെയുണ്ട് കാണാൻ. ആ കാണുന്നതാണ് പുതിയ ഡീസൽ എഞ്ചിൻ. ഒരു ബോഗിയോട് കൂടിയാണ് അത് ഇവിടെ നമ്മുടെ വണ്ടിയുമായി ജോയിൻ ചെയ്യുന്നത്. കാരണം ഈ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് പേർ ഈ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൂന്നൂർ സ്റ്റേഷനും വിട്ടു. ഇനി അങ്ങോട്ട് ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. കൂനൂർ കഴിഞ്ഞാൽ വെല്ലിംഗ്ടൺ സ്റ്റേഷനും പിന്നെ അരുവക്കുണ്ട്, KT, ലൗഡൽ എന്നീ സ്റ്റേഷനുകൾക്ക് ശേഷമാണ് ഊട്ടി എത്തുന്നത്. പോകുന്ന വഴിക്ക് ഈ സ്റ്റേഷനുകളിലൊന്നും നിൽക്കില്ല എങ്കിലും നിങ്ങൾക്ക് സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം. ഈ കൂനൂർ സ്റ്റേഷനിലും ഒരു എൻജിൻ ഇവിടെ ഷോ ആയിട്ട് വെച്ചിട്ടുണ്ട്. പണ്ട് ഒരുപാട് ഓടി 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 തളർന്ന് ഇപ്പോൾ ഷോ ആയി. ഇതാണ് നമ്മുടെ വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെയാണ് മദ്രാസ് റെജിമെന്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ രാത്രി പുറപ്പെടുന്നതാണ് നല്ലത്. ഏകദേശം പുലർച്ചെ 4 മണിയാകുകയും 5:15 കോയമ്പത്തൂരിൽ നിന്നും ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് തീവണ്ടിയുണ്ട്. അത് രാവിലെ 6:10 ഈ മേട്ടുപ്പാളയത്ത് എത്തും. ആ സമയത്ത് തന്നെയാണ് ഈ ടിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്രയാണ് നിങ്ങൾക്ക് ബെറ്റർ. ഇതേ വണ്ടി വൈകുന്നേരം 7 മേട്ടുപ്പാളയത്ത് നിന്ന് കോയമ്പത്തൂരേക്കും പോകുന്നുണ്ട്. അത് 8:20 കോയമ്പത്തൂർ എത്തും. ഇതാണ് രണ്ടാമത്തെ അരുവക്കാട് സ്റ്റേഷൻ കേട്ടോ. ഒരുപാട് യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മുടെ പിന്നിൽ എഞ്ചിനായിരുന്നെങ്കിൽ ഇപ്പോൾ കൂനൂർ മുതൽ ഒരു പുതിയ ബോഗിയാണ് കാണുന്നത്. ഇതാണ് മൂന്നാമത്തെ KT സ്റ്റേഷൻ.
അങ്ങനെ 12 മണിക്ക് നമ്മൾ ഉദകമണ്ഡലം എന്ന ഊട്ടിയിൽ എത്തിച്ചേർന്നു കേട്ടോ. മേട്ടുപ്പാളയത്ത് നിന്ന് 6:45 നമ്മൾ വിട്ടത്. ഇവിടെ എത്തിയത് 12 മണിക്ക്. മൊത്തം 5.25 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. ഇവിടെ ഊട്ടിയിലും ഒരു എഞ്ചിന്റെ സ്മാരകമുണ്ട്.